ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റോസിനെ നല്ല വൃത്തിയാവണ്ണം വളർത്തിയെടുക്കാനും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ കീടനാശിനികൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് 7 days റോസാണ്. ഇതിനൊക്കെ ഉള്ളത് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത് ഒരു മിശ്രിതം തയ്യാറാക്കുക. വളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വളമണ്ണാക്കി എടുത്തതിന് ശേഷം എത്ര ഇടുന്നോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ ചെടിച്ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ വെള്ളം വാർന്നു പോകാനായിട്ട് 2 ചെറിയ കല്ലിൻ്റെ പീസ് അല്ലെങ്കിൽ ഓടിൻ്റെ പീസ് വെച്ചതിന് ശേഷം വേണം വളമണ്ണ് ഇട്ട് നിറയ്ക്കാനായിട്ട്. നടുക്ക് വശത്തായിട്ട് നമ്മൾ ചെടിയെ വെക്കും. നീർവാർച്ചയുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഇങ്ങനെയുള്ള വൃത്തിയുള്ള ചെടികളൊക്കെ വെക്കാനായിട്ട് നമുക്കത് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഇത് പെട്രയാണ്. നേരത്തെ കണ്ടത് വെള്ളി റോസിൻ്റെ ചോപ്പാണ്. അതേപോലെ തന്നെ ഈ പെട്രയൊക്കെ ഇതേപോലെ വളർന്ന് കിടക്കും. അതേപോലെ ഇത് ക്രിസ്മസ് ട്രീ അരക്കേറിയ വെറൈറ്റിയാണ്. അരക്കേറിയയുടെ പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത്. ചെറിയ പ്ലാന്റ് അല്ല, ഏകദേശം 1 അടിയോളം പ്ലാന്റ് സൈസുണ്ട്. അതേപോലെ തന്നെ ഇത് ഓർക്കിഡ് റോസ് പോലെ തന്നെ പൂത്ത് കിടക്കുന്ന ഓർക്കിഡ് റോസിൻ്റെ തന്നെ ഒരു ഇനത്തിൽ വരുന്ന ഒരു റോസാണ്. ബട്ടർഫ്ലൈ റോസ് എന്നൊക്കെ ഇതിനറിയപ്പെടും. അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് ഡ്രാഗൻ്റെ തൈയാണ് ഈ കാണുന്നത്. അതേപോലെ ഇത് തായ്ലൻഡ് വെറൈറ്റി മാവാണ്. കിയോസ് ഓയി എന്ന് പറഞ്ഞ വെറൈറ്റി തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റിയാണ് കാണുന്നത്. അതേപോലെ അത് കർപ്പൂരമാവ്. അതേപോലെ തന്നെ ഇത് മണിമുല്ലയാണ്. മണിമുല്ലയുടെ പ്ലാന്റാണ്. മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്ന മണിമുല്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റാണ് മണിമുല്ല. അതേപോലെ തന്നെ ഇത് റൊളീനിയ പഴമാണ്. റൊളീനിയയുടെ തന്നെ സീഡ്ലിംഗ് പ്ലാന്റാണ്. 5 കൊല്ലം 6 കൊല്ലം കഴിയുമ്പോൾ കാഴ്ച കിട്ടുന്ന വെറൈറ്റിയാണ്. അതേപോലെ ഇത് മുള്ളാത്ത ആത്തച്ചക്ക പിടിക്കുന്ന മുള്ളാത്ത പഴം. അതേപോലെ തന്നെ ഇത് അടയ്ക്കയാണ്. ഇൻ്റർസെയും സാധാ മംഗള അടയ്ക്കയ്ക്ക് വരെ ഇപ്പം ഭയങ്കരമായ ഡിമാൻഡാണ്. അത് ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ കറ്റാർ വാഴ, ഏകദേശം ഒരു 10,500ഓളം കറ്റാർ വാഴ ലോഡിൽ വന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് ഇൻഡോറായിട്ട് വെക്കുന്ന ചമൻഡോറ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ചമൻഡോറ പാം എന്നൊക്കെ അറിയപ്പെടും. ഇൻഡോറായിട്ട് പാമാണ്. അതേപോലെ തന്നെ ഇത് അവക്കാഡോയുടെ ഗ്രാഫ്റ്റ് പ്ലാന്റ് ഒരു 10-250 പ്ലാന്റ് ഇരിക്കുന്നതാണ്. 250 രൂപ നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നത്. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അതേപോലെ ഇത് അബിയു പ്ലാന്റ് ആണ്. അബിയു എന്ന് പറഞ്ഞ ഒരു മഞ്ഞപ്പഴമാണ്. അപ്പോൾ എല്ലാവരും നോക്കുന്ന ജയൻ്റ് അബിയു എന്നറിയപ്പെടുന്ന പ്ലാന്റ് തിരക്കി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വള്ളി കുരുമുളക് ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നതാണ്. കുരുമുളകൊക്കെ പണ്ട് ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് അടയ്ക്ക വെച്ചിട്ട് അതിനകത്ത് കുരുമുളക് പടത്തുന്നൊരു രീതി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് സീതപ്പഴത്തിൻ്റെ വെറൈറ്റീസ് രാമസീത എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ കണിക്കൊന്ന ഒരു 10,000 ചെടി ഇപ്പം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 1000ഓളം തേക്കിൻ തൈകൾ. തേക്കിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നല്ല കാലിപ്പുരയോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു മുതലായിട്ട് വരും. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ തേക്കിൻ്റെയൊക്കെ തൈയാണ്. അതേപോലെ ശീമപ്പിലാവ് അറിയാമല്ലോ, നമുക്ക് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കുന്ന രീതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ലെയർ ചെയ്ത് പതിയിട്ടുണ്ടാക്കിയ തൈകളാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ നമ്മളുടെ ഒരു പുതിയ പുരയിടത്തിലുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുള്ളത്. കണ്ടില്ലേ, സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഓരോന്നും ഇതേപോലെ തന്നെ നല്ല വളവുണ്ട് ഇട്ട് നിറച്ച് പ്ലാന്റുകളാണ് നിൽക്കുന്നത്. ബ്രൈഡൽ ബൊക്കയുടെയൊക്കെ തൈ നമ്മളിപ്പം ഒരുപാട് പേർക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഇതാണ് വളമണ്ണ്. നമ്മളെ പ്രത്യേകിച്ച് ഇത്രയും നേരവും പറഞ്ഞ മണ്ണാണ്. അതിനകത്ത് ചുവന്ന മണ്ണ്, ചരൽ മണ്ണ്, അതേപോലെ തന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചെറിയ തൈകൾ ഇളക്കി ചേട്ടൻ നിറയ്ക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. ട്രേക്കകത്ത് ചെറിയ പ്ലാന്റുകൾ എടുത്ത് ഈ കവറിലകത്തോട്ട് മാറ്റി നിറച്ചതിന് ശേഷമാണ് വെയിലത്തോട്ട് മാറ്റുന്നത്. 2 ദിവസം തണൽ കൊള്ളിച്ചതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്ന രീതിയൊക്കെ അറിയാമല്ലോ. നമ്മൾ ഒരുപാട് ചെടിയൊക്കെ റോസിനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ മണ്ണ് യൂസ് ചെയ്യാം. റോസൊക്കെ ഇതേപോലെ നമുക്ക് ചെറിയ കവറിനകത്തോട്ട് ഇതേപോലെ നമുക്ക് മാറ്റി നട്ട് നല്ല വെയിലുള്ളിടത്തോട്ട് പൂ പിടിക്കുന്ന ചെടികളും ഇലച്ചെടികളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെയിൽ കുറഞ്ഞ ഭാഗത്തോട്ടൊക്കെയാണ് വെക്കുന്നത്. അന്നേരം ഇതൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അതേപോലെ തന്നെ വളം, DAP വളം ചെടികൾ പൂക്കാൻ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ സ്ഥിരമായി DAP വളം കൊടുക്കരുത്. സ്ഥിരമായി DAP വളം കൊടുക്കുമ്പോഴത്തേക്ക് പ്ലാന്റിൻ്റെ വളർച്ചയെ അതിന് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ശേഷി വരുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വെപ്പിണ്ണൊക്കെ കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് 10 ദിവസം ഗ്യാപ്പ് ഇട്ട് വേണം വളങ്ങൾ മാറി കൊടുക്കാനായിട്ട്. അതായത് ഇടയ്ക്ക് ചാണകവെള്ളം കൊടുക്കുന്നത് തന്നെ അടിപൊളിയാണ്. ചാണകവെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടി ഇട്ട് 3 ദിവസം വെച്ച് പുളിപ്പിച്ച് 72 മണിക്കൂർ ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പ്ലാന്റ് വേര് വന്നതാണ്. ഇനി നമ്മൾ ഒരെണ്ണം ഇളക്കി നിങ്ങളെ കാണിച്ചു തരുവാണ്. കണ്ടില്ലേ, ഇതിനകത്ത് ചകിരിച്ചോറിനകത്ത് ഇട്ടേക്കുന്ന പ്ലാന്റിനകത്ത് താണ്ടെ പുതിയ ചെടികൾ ഉണ്ടാക്കി എടുത്തതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് പല വെറൈറ്റി ചെടികളും കട്ടിങ്സിലൂടെയും
ലെയർ ചെയ്ത് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നതെന്നൊക്കെ നമ്മളെ ചാനലിലുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ മറ്റുള്ള വീഡിയോകൾ കാണാനായിട്ട് കൂടി ശ്രമിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ ഓരോ വീഡിയോയും എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതേപോലെ തന്നെ വളം ഫംഗസിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡോഫിൽ M45 1 സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയിട്ട് എല്ലാ ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ബുഷ് പെപ്പറിന് ഇടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ബുഷ് പെപ്പറിന് നല്ലതാണ് ഫംഗിസൈഡ്. അതേപോലെ ഏതെങ്കിലും താണ്ട് ബുഷ് പെപ്പറിൻ്റെ ലോഡ് ഇറക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെൽത്തി ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള ബുഷ് പെപ്പറാണ് ഇപ്പോൾ ഈ ഇറക്കുന്നത്. അതേപോലുള്ള മറ്റുള്ള ചെടികൾ കാണുന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഇൻസെക്ടിസൈഡ് വേണം. അതിനുവേണ്ടി നമ്മൾ ടാറ്റ റീവ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ ടഫ്ഗർ ഏറ്റവും നല്ലതാണ്. അന്നേരം ഏതെങ്കിലും ഒന്ന് 4 മില്ലി മുതൽ 10 മില്ലി, മഴയുള്ള സമയത്ത് 10 മില്ലി വരെ എടുക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ വന്നെന്നിരിക്കും. 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അന്നേരം കീടങ്ങൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വെള്ളീച്ചയ്ക്ക് ടാറ്റ മാണിക്ക് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്, വൈറ്റ് പൊടിയാണ്. അതിനകത്തുനിന്ന് ഒരു 2 ഗ്രാം 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വെള്ളീച്ചയെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പിന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. താങ്ക്